പാല് കുടിക്കാറില്ല. കാരണം പാല് ശരീരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയോണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പാല് ശരീരത്തിൽ പ്രശ്നമാണോ? പിന്നെ നമ്മുടെ ഡയബറ്റീസ് വരുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം പാലാണ്. ചായ കുടിക്കുന്നത്? ചായ ഭയങ്കര ഡേഞ്ചറസ് ആണ്. BP ഉള്ള പേഷ്യൻസ് ഒരു കാരണവശാലും രാത്രി 6 മണിക്ക് ശേഷം കുക്ക് ചെയ്ത ഫുഡ് കഴിച്ചുകൂടാം. കഴിച്ചു കഴിഞ്ഞാൽ BP ഒരിക്കലും താഴില്ല. എന്തുകൊണ്ടാണ്? രാവിലെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും സമയമില്ല കഴിക്കാൻ. അതുകൊണ്ട് രാവിലെ വിശപ്പില്ലെങ്കിലും കഴിച്ചിട്ടുണ്ട്. ഇത് അപകടകരമായ ഒരു 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 ലൈഫ് സ്റ്റൈലാണ്. പ്രത്യേകിച്ച് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ. ആവശ്യമില്ലാത്ത ഹൈ കലറി ഫുഡ് കഴിക്കാതിരിക്കുക, പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, സൺലൈറ്റ് കൊള്ളുക, വ്യായാമം, പിന്നെ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫായിരിക്കും. അത് 10 വർഷം ഡയബറ്റീസ് കണ്ടുപിടിച്ച് 10 വർഷത്തിനകം ഉള്ള ആളുകളിൽ നമുക്ക് ഡയബറ്റീസ് മാറ്റാൻ പറ്റും, പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അവരുടെ മരുന്ന്, ഇൻസുലിൻ എല്ലാം നിർത്താൻ പറ്റും. സാർ, ഇന്ന് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ നിർത്താൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ പൂർണ്ണമായിട്ടും ഈ പ്രമേഹം നിർത്താൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക്? അതായത് ഇപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ 10 വർഷത്തിന് താഴെയുള്ള ഡയബറ്റീസ് പേഷ്യൻസ്, അതായത് 10 വർഷം ഡയബറ്റീസ് കണ്ടുപിടിച്ച് 10 വർഷത്തിനകം ഉള്ള ആളുകളിൽ നമുക്ക് ഡയബറ്റീസ് മാറ്റാൻ പറ്റും, പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അവരുടെ മരുന്ന്, ഇൻസുലിൻ എല്ലാം നിർത്താൻ പറ്റും. അവരെ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവരുടെ പഥ്യം ഒഴിവാക്കാൻ പറ്റും. അവർക്ക് എല്ലാ തരത്തിലുള്ള ആഹാരവും കഴിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിനെന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ ട്രിക്സോ എല്ലാം ഉണ്ടോ? നമ്മൾ സാധാരണ മെയിനായിട്ട് പറയുന്നത്, നിങ്ങൾ നോർമൽ ഫുഡ് കഴിക്കുക. നിങ്ങളുടെ കാലറി ഔട്ട്പുട്ടിനനുസരിച്ച് മാത്രമേ ആഹാരം കഴിക്കാവൂ. വിശപ്പുള്ളപ്പം മാത്രം ഭക്ഷണം കഴിക്കുക. ഒരു കാരണവശാലും വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കരുത്. ഇപ്പോൾ വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ ആടുമാടുകളൊക്കെ കണ്ടറിയാവും, കണ്ടമാനം പുല്ല് കഴിച്ചിട്ട് അവരിങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് അത് തിരിച്ചെടുത്ത് വീണ്ടും ചവച്ചരച്ച് പിന്നീടാണ് അത് ശരിക്കും അതിൻ്റെ ആമാശയത്തിലേക്ക് പോകുന്നത്. നമുക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്, രാവിലെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും സമയമില്ല കഴിക്കാൻ. അതുകൊണ്ട് രാവിലെ വിശപ്പില്ലെങ്കിലും കഴിച്ചിട്ടുണ്ട്. ഇത് അപകടകരമായ ഒരു 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 ലൈഫ് സ്റ്റൈലാണ്. കാരണം ഈ ഫുഡ് നേരെ ചെല്ലുന്ന ആമാശയത്തിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കെമിക്കൽസ് അവിടെ ഒന്നും ഇല്ല. അപ്പോൾ അവിടെ പാർഷ്യൽ ഡൈജഷൻ നടക്കുകയും ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടാവുകയും ചെയ്യും. ഇത് ശരീരത്തിലേക്ക് വലിച്ചെടുത്ത് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ റാഡിക്കൽസ് കൂടുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺസ് ഇങ്ങനെ വിശപ്പില്ലാതെ കഴിക്കുന്നതാണ്. അതുകൊണ്ട് വിശപ്പുള്ളപ്പോൾ മാത്രം കഴിക്കൂ. ഇതാണ്, വിശന്ന് ഇരിക്കേണ്ട ആവശ്യവുമില്ല. ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, നമുക്ക് സൺലൈറ്റ് വേണം. അപ്പോൾ ഈ സൺലൈറ്റ് ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും സൺലൈറ്റ് കൊള്ളണം. അതിനുള്ള ഒരു സംവിധാനം എല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതേപോലെ നമുക്ക് നടത്തിയോ കാര്യങ്ങളോ വ്യായാമമോ എന്തെങ്കിലും കുറച്ച് നമ്മുടെ ജോയിൻസ് എല്ലാം ഒന്ന് അനക്കിയെടുക്കണം. പ്രത്യേകിച്ച് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സൂര്യ നമസ്കാരം, ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജിമ്മിൽ തന്നെ പോകണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള എക്സസൈസ് ഡെയിലി ചെയ്യുക. ഇത് ചെയ്താൽ ഒരിക്കലും ഡയബറ്റീസ് വരില്ല. പ്രീ ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരാതെ നിങ്ങൾക്ക് പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. മിതമായി ആഹാരം കഴിക്കുക, ആവശ്യമില്ലാത്ത ഹൈ കലറി ഫുഡ് കഴിക്കാതിരിക്കുക, പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, സൺലൈറ്റ് കൊള്ളുക, വ്യായാമം, പിന്നെ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫായിരിക്കണം. ഒന്നിനെക്കുറിച്ചും അധികമായിട്ടുള്ള ആങ്സൈറ്റി വേണ്ട, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വേണ്ട. നമുക്ക് ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാണും, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വെറി ചെയ്യേണ്ട കാര്യമില്ല, അത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വെറി ചെയ്യേണ്ട കാര്യമില്ല, കാരണം ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷേ ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കുറയുന്നൊരു സാഹചര്യം ഇല്ല. ചിലപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലും കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിച്ചു വരുന്ന പുതിയ ശീലങ്ങൾ കൊണ്ടായിരിക്കാം. ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും കൂടി വരികയാണ്. ഇത് മാറ്റാൻ എന്തെങ്കിലും വഴികളുണ്ടോ? അതായത് ഞാനിപ്പോൾ എനിക്കിപ്പോൾ 56 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നോക്കിയാൽ ഞങ്ങളൊരു ഡിസിപ്ലിൻഡ് ലൈഫ് ഫോളോ ചെയ്ത കുട്ടികളായിരുന്നു. അതായത് രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും. രാവിലെ വിളക്ക് കത്തിക്കും, നമ്മൾ പ്രാർത്ഥിക്കും. വൈകിട്ടും അതേപോലെ സന്ധ്യയ്ക്ക് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു പറഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ്
നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കും. ഇത് പേരൻസ് നമ്മളെ ഒന്നും റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊരു ഡിസിപ്ലിനാണ്. ഇങ്ങനത്തെ ഉള്ള ഡിസിപ്ലിൻ ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഒരു അൺഡിസിപ്ലിൻഡ് ലൈഫ്. പിന്നെ അതുപോലെ മുമ്പൊക്കെ പേരൻസിന് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പം ഇന്ന് റെസ്പെക്റ്റ് ഇല്ലെന്നല്ല, പക്ഷേ അവർ അവർക്കും വലിയ കാര്യങ്ങൾ അറിവില്ല. മുമ്പൊക്കെ നമുക്ക് അറിവ് പകർന്നാൽ നമ്മുടെ മുത്തശ്ശിമാരുണ്ടായിരുന്നു. ഇന്നത്തെ മുത്തശ്ശിമാർക്ക് ഇപ്പോൾ സീരിയൽ കഥകൾ മാത്രമേ അറിയൂ, അല്ലാതെ അവർക്ക് ഈ ഹെൽത്തി ലൈഫിനെ കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല. അല്ല, അതിനപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് അവരെക്കാട്ടിലും അറിവുണ്ട്. അതൊരു വിഷയമല്ലേ? അതെ, അവർക്ക് കുട്ടികൾക്ക് പിന്നും ഇപ്പോൾ കുറച്ച് അവെയറാണ്. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാലും ഇപ്പോഴത്തെ യൂത്ത് ഈ പാല് കുടിക്കാറില്ല. കാരണം പാല് ശരീരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയോണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പാല് ശരീരത്തിൽ പ്രശ്നമാണോ? പിന്നെ നമ്മുടെ ഡയബറ്റീസ് വരുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം പാലാണ്. ചായ കുടിക്കുന്നതോ? ചായ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതായത് പാലിലെ കെയ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ പാൻക്രിയാസിലെ കോശങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ചായ കുടിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഡയബറ്റീസ് ഇത്രയും കൂടി. എനിക്ക് തന്നെ ഒരു ദിവസം 2-3 നേരം ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേറൊരു രീതിയിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഇത് പക്ഷെ ഇപ്പോഴത്തെ യൂത്ത് കുറെയൊക്കെ അവെയർ ആണ്. അവരിപ്പോൾ കട്ടൻ ചായയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് നമ്മുടെ യൂത്തിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. വേറൊരു ചായ തന്നെ അല്ലെങ്കിൽ കോഫി ആയാലും അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ട്? അതായത് പാല് കട്ട് ചെയ്താൽ മതി. കട്ടൻ ചായ കട്ടൻ കാപ്പി കുഴപ്പമില്ല. പാല് വരുന്ന സാധനങ്ങൾ അപ്പൊ പാലിന്റെ തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ടല്ലോ. അതെല്ലാം പാലിലെ ഉൽപാദനങ്ങളിൽ എല്ലാം തന്നെ ഈ കേസിൻ പ്രോട്ടീൻ ഉണ്ട്. അതായത് ഇപ്പൊ തൈര് അല്ലെങ്കിൽ വെണ്ണ അത്തരത്തിലുള്ള കാര്യങ്ങളില്ലേ? അല്ല, അതില് ഈ തൈരിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫെർമെന്റേഷൻ നടക്കുന്നതുകൊണ്ട് അത് ഈ കേസിൻ എന്ന് പറഞ്ഞ വലിയൊരു പ്രോട്ടീനാണ്. അത് ബ്രേക്ക് ഡൗൺ ആവും ഫെർമെന്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ദഹിക്കാൻ പറ്റും എളുപ്പം. മറ്റ് സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ കിടക്കുക, മറ്റ് പാലിന്റെ പ്രോഡക്ട്സ്. അപ്പൊ അതുകൊണ്ടാണ് അത് കഴിക്കണ്ട എന്ന് പറയുന്നത്. പക്ഷെ പനീറൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആണ് എന്ന് പറഞ്ഞ ഒരുപാട് പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പനീർ ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് ഹെൽത്തിയാണ്, അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. പക്ഷെ ഡയബറ്റീസ് ഉള്ളവർ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പനീർ അത് ദഹിപ്പിക്കാനുള്ള ശക്തി ഡയബറ്റീസ് ഉള്ളവരിലില്ല. അപ്പൊ ഇവരുടെ ആഹാരക്രമങ്ങൾ എങ്ങനെയാണ് ഈ ഡയബറ്റീസ് ഉള്ളവരുടെ? ഡയബറ്റീസ് ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, ടൈം നോക്കി കഴിക്കാതിരിക്കുക. അല്ല, ആഹാരങ്ങൾ എന്തൊക്കെയാണ്? ആഹാരങ്ങൾ എന്ന് പറയുന്നത് ഒരു സമീകൃത ആഹാരം കഴിക്കുക. അതിനകത്ത് ഇപ്പം ചോറ് തന്നെ, നമ്മളിവിടെ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ചോറ് കഴിക്കാൻ പറയും. പക്ഷെ ചോറ് എന്ന് പറയുമ്പോൾ തവിടുള്ള ചോറ് കഴിക്കണം. അതിൻ്റെ തുല്യ അളവിൽ തന്നെ കറികൾ, തോരൻ ഇലക്കറികൾ, ഇലത്തോരൻ ഒക്കെ കഴിക്കുക. അതിൻ്റെ തുല്യ അളവിൽ എന്തെങ്കിലും ഒരു സാലഡ് കഴിക്കുക. അതിപ്പോൾ ഫ്രൂട്ട് സാലഡ് ആയാലും മതി, അല്ലെങ്കിൽ വെജിറ്റബിളും ഫ്രൂട്ട്സും കൂടി ഇട്ടുള്ള സാലഡ് ആയാലും, അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് ആയാലും മതി. ഇത് ഏതെങ്കിലും ഒരു സാലഡ് കഴിക്കുക. ഈ സാലഡ് എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം, അതിനകത്ത് തൈര് ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. അത് ഈ പറഞ്ഞ ഇതിനകത്തുള്ള ഈ പിന്നെ ആൻറ്റി ഓക്സിഡൻസ് നശിച്ചു തൈരുമായിട്ട് കണക്ട് ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തില്ല. വെറുതെ അരിഞ്ഞ് കൊഴിക്കുക. അതിനകത്ത് ഉപയോഗിക്കാവുന്ന സാധനം എന്ന് പറയുന്നത് ഈ ആപ്പിൾ സിഡറിനൊക്കെ ഒഴിക്കാം, അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഇതുപോലെ ഇപ്പം സാലഡിൽ ഒഴിക്കാം. ഉപ്പും കുരുമുളകും നാരങ്ങ നീരും ഒഴിച്ച് കഴിക്കാം, ഒന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം ഈ ഷുഗറിനെ പോലെ തന്നെ പ്രഷറും അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ അവർ എത്തരത്തിലുള്ള ആഹാര ക്രമീകരണമാണ് വേണ്ടത്? പ്രഷർ ഉള്ളത് ചില ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഹൈ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എത്തരത്തിലുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്? അതായത് ഷുഗർ ഉള്ളവർക്ക് ബോണസായിട്ട് കിട്ടുന്നതാണ് ഈ പ്രഷറും കൊളസ്ട്രോളും. അതെ. അപ്പോൾ ഷുഗർ ഉള്ളവർ ഈ പ്രഷർ കൂട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കണം. അതായത് എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ, അതുപോലെ റിച്ച് ഫുഡൊക്കെ ഒഴിവാക്കണം. അതുപോലെ BP ഉള്ള പേഷ്യൻസ് ഒരു കാരണവശാലും രാത്രി 6 മണിക്ക് ശേഷം കുക്ക് ചെയ്ത ഫുഡ് കഴിച്ചുകൂടാം. കഴിച്ചു കഴിഞ്ഞാൽ BP ഒരിക്കലും താഴില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കഴിക്കാൻ പാടില്ല? അതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതിന് പിന്നിൽ കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ രാത്രി കഴിക്കുന്ന ഫുഡ്, അപ്പം നമ്മുടെ ഈ ഡയണൽ വേരിയേഷൻ അനുസരിച്ച് സൺലൈറ്റ് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിസ്റ്റം ഷട്ട് ഡൗൺ ആണ് രാത്രി ആയി കഴിഞ്ഞാൽ. ഈ സൺലൈറ്റ് മാറുമ്പോൾ അത് ഈ ലൈറ്റിലൊന്നും അത് ഓൺ ആവത്തില്ല. സൺലൈറ്റ് അതിന് അറിയാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡിക്ക്. സൺലൈറ്റ് മാറുമ്പോൾ അത് ഷട്ട് ഡൗൺ ആവും.
ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ വിശപ്പുണ്ടെങ്കിലും കുക്ക്ഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മെറ്റബോളൈസ് ചെയ്യത്തില്ല, അത് ടോക്സിക് കമ്പോണൻസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് രാത്രി കഴിക്കരുതെന്ന് പറയുന്നത്. അത് കഴിച്ചു കഴിയുമ്പോൾ ഇത് കൊളസ്ട്രോളും ആവശ്യമില്ലാത്ത സാധനങ്ങളുമായിട്ടൊക്കെ മാറും. ഇത് വെറുതെ ബ്ലഡിലൊക്കെ പോയി കിടന്ന് ബ്ലഡ് വെസൽസിൻ്റെ തിക്നെസ് കൂട്ടുകയും അതിൻ്റെ എലാസ്റ്റിസിറ്റി കുറയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും BP കൂടും. അതുകൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് പറയുന്നത്.